ഒത്തിരി റീൽസിൽ കണ്ട് കൊതി മൂത്ത് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന റെസിപ്പിയാണ് കേട്ടോ. നമുക്കൊന്ന് ട്രൈ ചെയ്യാം. നമ്മുടെ പച്ചമാങ്ങ കൊണ്ടാണ് ഇതൊന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ മാങ്ങ ഒന്ന് ഇതുപോലെ ഒന്ന് കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി വെളിച്ചെണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. ഒത്തിരി മൂത്ത് കൊണ്ട് അത് ഈ രീതിയിലാകുമ്പോൾ മാറ്റാം. ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് വറ്റൽമുളക്, അതുപോലെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും എടുക്കുന്നുണ്ട്. കുറച്ച് അധികമായിട്ട് കറിവേപ്പിലയും കൂടി ഒന്ന് മൂപ്പിച്ച് മാറ്റാം കേട്ടോ. ഇനി ഇതെല്ലാം നമ്മളൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ റോഷ് കുക്ക്വെയർസ് എന്ന് വാങ്ങിയിട്ടുള്ള ഈ ഒരു ഇടികല്ലിലാണ് കേട്ടോ ഇതൊന്ന് ചെയ്തെടുക്കുന്നത്. ഇന്ത്യാസ് നമ്പർ 1 ട്രഡീഷണൽ കുക്ക്വെയർ ബ്രാൻഡായിട്ടുള്ള റോഷ് കുക്ക്വെയറിൽ നിന്ന് ഞാൻ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ള ഐറ്റമാണ്. നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. പാക്കിംഗ് ഒക്കെ നല്ല സേഫ് ആയിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്കൊന്ന് സീസണിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഡിഷ് വാഷർ യൂസ് ചെയ്തൊന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് പച്ചരി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റിയിട്ട് ഇനി കുതിർത്ത പച്ചരി കുറച്ചതാ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒരു ദിവസം ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വീണ്ടും നമ്മളൊന്ന് വാഷ് ചെയ്തെടുത്ത് കുറച്ച് ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്താൽ സീസണിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി നമ്മുടെ ഈ ഒരു ഐറ്റം ഒന്ന് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ വറുത്തെടുത്ത വറ്റൽമുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലേക്ക് നല്ലപോലെ ഒന്ന് ചതച്ചെന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ഒരു മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ്, ഈസി റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മറ്റേ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്